കുമ്മായി ഉപയോഗിക്കാണ്ട് കൃഷി ചെയ്യുന്ന ഒരു കർഷകനെ നമുക്ക് പരിചയപ്പെട്ടാലോ? മാവ് കൊലകുത്തി കായ്ക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു വളമുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് വരുന്നത് ഹരിപ്രസാദ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിൽ വാണിയംകുളത്താണ്. അദ്ദേഹത്തിന് നമുക്ക് പരിചയപ്പെടാം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നേഴ്സറി നമുക്ക് പരിചയപ്പെടാം. വാ, ഇതാ നിൽക്കുന്ന ആളാണ് ഹരിപ്രസാദ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇതാണല്ലേ നമ്മുടെ വളം? അതെ അതെ അതെ, ഇതാണ് നമ്മുടെ വളം. നല്ല റിസൾട്ടാണ്, സൂപ്പർ റിസൾട്ടാണ്. ഇത് മാത്രം കൊടുത്താൽ മതി, യാതൊരു ഇംഗ്ലീഷ് വളം കൊടുക്കേണ്ട കാര്യമില്ല. ഇത് നമ്മുടെ കാലാപ്പാടിയാണ് കേട്ടോ. കാലാപ്പാടി ചിലയിടത്ത് പൂത്ത് വെറുതെ ഇങ്ങനെ കൊഴിഞ്ഞു പോക്കാണ് പതിവ്, കായ പിടിക്കില്ല. ഇതല്ലേ കൊലകൊലയായിട്ടാണ് കായ്ക്കുന്നത്. പൂമരം എന്നൊരു പേര് പറയാറുണ്ട് കാലാപ്പാടിക്ക്. വെറുതെ ഇങ്ങനെ പൂത്ത് കൊഴിഞ്ഞു പോവുക, കായ്ക്കാതെ. ഇതങ്ങനെയല്ല, ഇത് നല്ലോണം കായ്ക്കും. കാശ് നിൽക്കുന്ന മാവിൽ നിന്ന് കമ്പെടുത്ത് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഒറിജിനൽ കിട്ടുള്ളൂ. ഇതല്ലേ നല്ല കൊലയായിട്ട് പിടിക്കുന്ന ഒരു ഇനാണ്. ഇത് കുറ്റിയാട്ടൂരാണ് കേട്ടോ. ഒരു ചെറിയ മാവാണ്, വേറെ നടിയിൽ ഇറങ്ങിയില്ല. 15 മാങ്ങയുണ്ട് ഇതിൽ, 15 മാങ്ങ. അതും അത്യാവശ്യം നല്ല സൈസുള്ള മാങ്ങകളാണ് കേട്ടോ. ഒരു 21-22 ബാഗിലാണ് ഇരിക്കുന്നത്. അതിലാണ് ഇത്രയും മാങ്ങ ഉണ്ടായിട്ടുള്ളത്. അത്യാവശ്യം രുചിയുള്ള മാങ്ങയാണ്. ഇതിൽ വിത്ത് മുളച്ച് വേരിയൻറ്റുകൾ പലതും ഉണ്ടായി വരുന്നുണ്ട്. ഇത് നല്ല രുചിയുള്ളൊരു മാങ്ങയാണ് കേട്ടോ. നല്ല മദർ പ്ലാന്റിൻ്റെ കമ്പുകളാണ് ഇത് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത്. വളരെ വേഗത്തിൽ കായ്ച്ചു തുടങ്ങും, വളരെ നേരത്തെ കായ്ച്ചു തുടങ്ങും. ഇത് ചില മാങ്ങകളൊക്കെ പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിന് കാര്യമായ ട്രെയിനിങ് ഒന്നും കൊടുത്തിട്ടില്ല. നമ്മൾ ഈ ചാണകസ്ലറി ഒഴിക്കുക, അങ്ങനെ മാത്രമേ ഉള്ളൂ. പിന്നെ ചെറിയ കവറിലാകുമ്പോഴത്തേക്ക് ഓൾറെഡി ഇങ്ങനെ ആയി വരും. ഇത് നമ്മുടെ പോട്ടമിക്സ് ആണ് കേട്ടോ. ഇതിൽ എന്താ വെച്ചാൽ മണ്ണ്, ചകിരിച്ചോറ്, ചാണകപ്പൊടി തുല്യ അനുപാതത്തിൽ അങ്ങ് മിക്സ് ചെയ്യാണ്. ഇതിപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് കിങ് ഓഫ് ചക്കാപ്പാത്ത് എന്ന് പറഞ്ഞ മാങ്ങയാണ്. UN6 കിങ് ഓഫ് ചക്കാപ്പാത്ത് എന്നൊക്കെ പേരുണ്ട്. ഒരു വിദേശ മാങ്ങയാണ്. നല്ല കളറാണ്, നല്ല അടിപൊളി കളറാണ്. പഴുക്കും നല്ല റെഡ് കളറൊക്കെ വരും. നല്ല രുചിയും നല്ല ടേസ്റ്റുള്ള നല്ല സൈസ് വരുന്നൊരു മാങ്ങയാണ്. 1 കിലോ വരെയൊക്കെ തൂക്കം വരും. നമുക്കിത് ഡ്രമ്മിലൊക്കെ കൃഷി ചെയ്യാൻ വളരെ അനുയോജ്യമായിട്ടുള്ള മാങ്ങയാണ്. അതല്ല, ഒരു 100 ലിറ്റർ കപ്പാസിറ്റിയുള്ള ഡ്രമ്മിലാണുള്ളത്. കൊലയായിട്ട് കായ്ക്കും. ഇതിലിപ്പോൾ 5-6 മാങ്ങയുണ്ട്. 5-6 മാങ്ങ എന്ന് പറഞ്ഞാൽ നല്ല സൈസ് വരുന്ന മാങ്ങയാണ്. അപ്പോൾ 6 മാങ്ങ കിട്ടുക പറഞ്ഞാൽ നമുക്ക് നല്ല കാര്യമാണ്. നല്ല രുചിയുള്ള, നാരില്ലാത്ത വിദേശ മാങ്ങകളിൽ നല്ലൊരു മാങ്ങയാണ്. ഇത് മല്ലികയാണ്. ഇതല്ലേ, ഇത് വി ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. 3 വർഷം പ്രായമുണ്ട്. വി ഗ്രാഫ്റ്റാണ്, അപ്രോച്ച് അല്ല. ഇത് കായ്ക്കുന്ന മാവിൻ്റെ കമ്പുകൾ കൊണ്ടുവന്ന് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. അത് നല്ല രീതിയിൽ കായ്ക്കും. ഇതൊന്ന് ഒരു ഡ്രമ്മിലൊക്കെ നട്ട് കഴിഞ്ഞാൽ ഇതിനേക്കാളും കൂടുതൽ കായ്കൾ കിട്ടും. ഇതിന് അത്യാവശ്യം നല്ല രീതിയിൽ കായ്ച്ചിരുന്നു. ഇതൊക്കെ കൊലയായിട്ട് കായ്ച്ചിരുന്നു. ആദ്യമായിട്ട് കായ്ക്കല്ലേ, കുറച്ചൊക്കെ കൊഴിഞ്ഞു പോകും. അടുത്ത വർഷം തൊട്ട് നമുക്ക് നല്ല രീതിയിൽ കായ്ഫലം കിട്ടും. പിന്നെ ഇതാണ് നമ്മുടെ ജൈവവളം കേട്ടോ, ചാണക സ്ലറി. ഇതാണ്, ഇത് കുറ്റിയാട്ടൂർ തന്നെയാണ്. ഇതിലെന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ആ ചാണക സ്ലറി കൊടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അന്ന്. ആ മഴയൊക്കെ കഴിഞ്ഞ് ഡിസംബർ മാസത്തിലൊക്കെയാണ് കൊടുത്തു തുടങ്ങുക. അപ്പോൾ പല തിരക്കിൽ പെട്ട് ഇതിന് കൊടുത്തിരുന്നില്ല. അപ്പോൾ ആദ്യം പൂത്തതൊക്കെ കൊഴിഞ്ഞു പോയി, മാങ്ങ പിടിക്കാതെ കൊഴിഞ്ഞു പോയി. എന്നുവെച്ചാൽ വളമില്ല, മാങ്ങനെ വളർത്താൻ ആവശ്യമുള്ള മൂലകങ്ങൾ ചെടിക്ക് കിട്ടണ്ടേ. അപ്പോൾ ഇത് കൊഴിഞ്ഞു പോയത് കണ്ടപ്പോൾ ഞാൻ വേഗം ചാണക സ്ലറി കൊടുത്തു തുടങ്ങി. അപ്പോൾ ഈ മാവിലിപ്പോൾ ധാരാളം മാങ്ങകളുണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ ചാണക സ്ലറിൻ്റെ പവറാണ് ഇതിൻ്റെ കാരണം എന്ന് പറയാനുള്ള കുറച്ച കാരണം ഇതാണ്. ഇതല്ലേ, ഇഷ്ടംപോലെ മാങ്ങകൾ പിന്നീട് പിടിച്ചതാണ്. ഇതൊക്കെ ഒരു 21 ബാഗിലായിരിക്കുന്നത്, വേറെ ഒന്നും അടിയിൽ പോയതല്ല. ചാണകപ്പൊടി, മണ്ണ്, ചകിരിച്ചോറ് തുല്യ അനുപാതം അല്ലേ? 3 എണ്ണം. അതെ അല്ലേ, ഒരേ അനുപാതത്തിൽ. അപ്പോൾ നല്ല വേരോട്ടവും കിട്ടും, വളമുണ്ടാവും നല്ല. പിന്നെ മറ്റു വളങ്ങളൊന്നും ഞാൻ ആദ്യം ചേർക്കാറില്ല, എല്ലുപൊടിയൊക്കെ. ഞാൻ മാവൊക്കെ കുറച്ച് വളർന്നാൽ വേണമെങ്കിൽ സൂപ്പർ മീൽ എന്ന് പറഞ്ഞിട്ട് ജൈവവളമുണ്ട്, ഇടയ്ക്ക് കൊടുക്കാറുണ്ട്. പിന്നെ ഈ ചാണക സ്ലറി തന്നെയാണ് കൊടുക്കാറ്. സൂപ്പർ മീൽ വല്ലപ്പോഴും വർഷത്തിൽ ഒരിക്കലൊക്കെ ആയി ഇപ്പോൾ കൊടുക്കൽ. ചാണക സ്ലറി തന്നെ നല്ല റിസൾട്ടാണ്. ഇത് അമ്രപാലിയാണ്. അമ്രപാലിയും കേരളത്തിൽ കായ്ക്കില്ല എന്നൊക്കെയുള്ളൊരു ധാരണയുള്ള മാവാണ്. ഇതല്ലേ, കൊലയായിട്ടാണ് കായ്ക്കുന്നത്. ചെറിയ മാവാണ്. 50 ലിറ്ററിൻ്റെ ഒരു ഡ്രമ്മിലാണ് ഇരിക്കുന്നത്. കൊലയായിട്ട് ഇത് പിടിക്കും. അപ്പോൾ വലുപ്പത്തിൽ കുറച്ച് കുറവുണ്ടാകും, പക്ഷെ നല്ല രുചിയുള്ള മാങ്ങയാണ്. ഇതൊക്കെ കേരളത്തിൽ കായ്ക്കും. നമുക്ക് പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഇനങ്ങളൊക്കെ കേരളത്തിൽ കായ്ക്കുമല്ലോ എന്നുള്ളത് മനസ്സിലാക്കി എടുക്കുക. കായ്ച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ തൈ ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇങ്ങനെ ചെറിയ ഡ്രമ്മുകളിൽ വരെ നമ്മൾ കൃഷി ചെയ്യുന്നത്. ഇത് നമ്മുടെ ഒരു കേസർ മാവാണ്. അല്ല, ഒരു തക്കാളിയൊക്കെ ആടുന്നൊരു കവറിലാണ് നട്ടുള്ളത്. ഇതിൽ തന്നെ കായ്ച്ചിട്ടുണ്ട്. 15 സൈസ് കവറിലായിരിക്കുന്നത്. നല്ല മാങ്ങയാണ്, ഗംഭീര ടേസ്റ്റുള്ള മാങ്ങയാണ്. അടിപൊളി മാങ്ങയാണ്. ഗുജറാത്തിൻ്റെ മാങ്ങയാണ്. നമ്മുടെ നാട്ടിലും കായ്ക്കും. ആളുകൾ പലരും കേരളത്തിൽ കായ്ക്കില്ലോ സംശയിച്ച് നടാതിരിക്കുന്നുണ്ട്. അതാണ് ഇത് കാണിക്കാൻ കാരണം. കായ്ക്കും, ധൈര്യമായിട്ട് നടാം. നമ്മളിത് ഫുള്ള് നിറച്ചാലും ഹോളിൽ കൂടി വെള്ളത്തിൻ്റെ ഒപ്പം കുറേശ്ശെ മണ്ണ് ഒലിച്ചു പോകും. അതാണ് ഈ ഡ്രമ്മിൻ്റെ ചുറ്റുപുറമൊക്കെ ഈ മണ്ണ് കാണുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും എല്ലാ വർഷവും നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. മണ്ണിട്ട് കൊടുത്താൽ ഇവിടെ നിന്നൊക്കെ പുതിയ വേരുകൾ പൊട്ടി വരും. ലാസ്റ്റ് ഇതും പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിൽ മണ്ണിട്ടുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഓരോ വർഷം മണ്ണും ചാണകപ്പൊടിയും ചകിരിച്ചോറും മിക്സ് ചെയ്തിട്ട് റീഫിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എപ്പോഴും ഒരു യൗവനമായിട്ട് മാവ് നിൽക്കുകയും ചെയ്യും. ഇത് R2E2 ആണ്, ഓസ്ട്രേലിയയുടെ R2E2 ജംബോ റെഡ് നമുക്ക് ഒരു പേരുണ്ട് ഇതിന്. ഇത് നിറച്ച് കായ്ച്ചിരുന്നു. ഇതിനുള്ള എല്ലാ കൊലയിലും പൂക്കളായിരുന്നു. പിന്നെ ആദ്യമൊക്കെ കുറച്ചൊക്കെ ഒന്ന് കൊഴിഞ്ഞു പോകും. ആദ്യമായിട്ട് കായ്ക്കുകയാണ് ഈ മാവ്. ഇനി 3 മാങ്ങയാണ് നമുക്കിപ്പോൾ അവസാനം പിടിച്ച് കിട്ടിയിട്ടുള്ളത്. ഒരു 1.5 കിലോ വരെയൊക്കെ തൂക്കം വരും.
ടേസ്റ്റ് നല്ല ടേസ്റ്റ് അല്ലേ? അയ്യോ അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു മാങ്ങയാണ്. നല്ല രുചിയുള്ള മാങ്ങയാണ്. ബംഗനാപ്പള്ളി മാങ്ങയാണ് കേട്ടോ. ബംഗനാപ്പള്ളി ഇതാ ഏകദേശം മൂത്ത് വരുന്നുണ്ട്. മൂത്ത് വരുമ്പോൾ ഇങ്ങനെ ചെറിയ കുത്തുകളും ഒക്കെ ആയിട്ട് അങ്ങനെ വരും. എല്ലാ മാങ്ങയും മൂത്തിട്ടില്ല, എന്നാലും ആദ്യം ഉണ്ടായ മാങ്ങ ജസ്റ്റ് മൂത്ത് വരുന്നുണ്ട്. ബംഗനാപ്പള്ളി നല്ല രുചിയുള്ള മാങ്ങയാണ്. 50 ലിറ്ററിൻ്റെ ഒരു ഡ്രമ്മിലാണ് ഇരിക്കുന്നത് കേട്ടോ. ഇതിൽ തന്നെ എത്ര മാങ്ങകളുണ്ടായത് കണ്ടില്ലേ? അല്ലേ, ഇതൊക്കെ ബംഗനാപ്പള്ളി മാങ്ങയാണ്. അത്രയും മാങ്ങകൾ ഇതിലുണ്ടായിട്ടുണ്ട്. ഇതിലധികം ഉണ്ടായിരുന്നു, കുറച്ചൊക്കെ കൊഴിഞ്ഞു പോയി. ഈ ചകിരിച്ചോറിൽ ചെറിയൊരു കറയുണ്ട്, അതാണ് ഇത് കുഴപ്പം. പക്ഷേ ഒരു കാഴ്ചപ്പാടെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഡ്രമ്മിൽ ഇത് പോട്ടി മിക്സ് നിറച്ചു, ചെടി നട്ടു. അത് ചെടിയുടെ വേര് മണ്ണിലേക്ക് ഓടി തുടങ്ങുമ്പോഴേക്കും എങ്ങനെയായാലും ഒരു 2 ആഴ്ച 3 ആഴ്ച കഴിയും. പക്ഷേ ഒരാഴ്ച നമ്മൾ നനയ്ക്കുമ്പോഴേക്കും ഡ്രമ്മിൻ്റെ ഹോളിൽ കൂടി ഇതിലത്തെ കറയൊക്കെ ഒലിച്ച് പോയിട്ടുണ്ടാവും. അത് ട്രീറ്റ് ചെയ്യാത്ത ചകിരിച്ചോറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല, അതിനെക്കൊണ്ട് എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. കോഴിക്കോടിൻ്റെ ഒളോർ മാങ്ങയാണ്. ഒളോർ ഇപ്പം അങ്ങനെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അധികം ആൾക്കാരുടെ അടുത്ത് ഇല്ല ഇത്. ഇതിന് കൊമ്പിനൊരു ബലക്ഷയം സംഭവിക്കാറുണ്ട്. അത് കാരണം ആളുകൾ ഇതിനങ്ങനെ നടന്നില്ല. അത് പിന്നെ ഭാവിയിൽ അങ്ങനെ ഉണങ്ങി പോവുക ചെയ്യുന്നത്. അപ്പോൾ ഇത് സംരക്ഷിക്കേണ്ട ഒരു മാങ്ങയാണ്. എന്താ വെച്ചാൽ നല്ല രുചിയുള്ള മാങ്ങയാണ്. ഇത് ബ്ലാക്ക് ആൻഡ് റോസ് തന്നെയാണ് അല്ലേ. ഇതിങ്ങനെ കൊലകൊലയായിട്ടാണ് കായ്ക്കുക, കൊലകൊലയായിട്ടും കായ്ക്കും. ഇതല്ല ചെറിയ മാങ്ങകളിൽ എത്ര ഉണ്ടായതല്ല, ചെറിയൊരു കമ്പിൽ അങ്ങനെ സൈസായി വരും. നല്ലൊരു 3/4 കിലോ വരെയൊക്കെ തൂക്കം വരും. അത്യാവശ്യം നല്ല രുചിയുള്ള സമൃദ്ധമായിട്ട് കായ്ക്കുന്ന ഒരു മാങ്ങയാണ്. കുമ്മായും ഉപയോഗിക്കാത്ത എന്താണ് ഈ സൂക്ഷ്മജീവികളുടെ ഒരു സൂക്ഷ്മജീവികൾ നശിച്ചു എന്നാണ് പറയുന്നത് കുമ്മായിട്ടാൽ. ഞാനീ പറഞ്ഞ ഒരു സാധനത്തിന് കുമ്മായിടാറില്ല. ഇപ്പൊ ഇത്ര കാലം തക്കാളിയൊക്കെ ഇവിടെ കാഴ്ച നിൽക്കുന്നത് കാണണമായിരുന്നു. തക്കാളി ഇപ്പോൾ ഉണങ്ങി പോയിരിക്കും, കഴിഞ്ഞിട്ട് കാലം കഴിഞ്ഞു. കാട്ടിലാരാണ് കൊണ്ടേ കുമ്മായിടണല്ലേ? അതൊരു സിസ്റ്റമാണ് ഇവിടെ ചെയ്യണതല്ലേ? ഞാനത് ചെയ്യാറില്ല. ഇപ്പോൾ അത് ചെയ്യുന്നവരെ നമ്മൾ എതിർക്കാനുമില്ല. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ ജൈവ കൃഷി ചെയ്യുമ്പോഴത്തേക്ക് അവിടെ മണ്ണിനങ്ങനെ പുളിപ്പ് വരില്ലെന്ന്. പിന്നെ എൻ്റെ ജൈവ ക്ലാസ്സിനൊക്കെ ഞാൻ മനസ്സിലാക്കിയില്ല, ജൈവ ക്ലാസ്സൊക്കെ കേട്ടിട്ട് ഞാൻ മനസ്സിലാക്കിയില്ല എന്ന് വെച്ചാൽ ജൈവ രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ സൂക്ഷ്മജീവികൾ മണ്ണിൽ വർദ്ധിച്ചാൽ മണ്ണിന്റെ pH അവർ തന്നെ ക്ലിയർ ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ കാട്ടിൽ അങ്ങനെയാണല്ലോ നടക്കുന്നത്. പിന്നെ ഈ പ്രകൃതി ഈശ്വരൻ സൃഷ്ടിച്ചത്, അതിന് വേണ്ട എല്ലാ സംഗതികളും ഈശ്വരൻ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിലിപ്പോൾ നമ്മൾ കൃത്രിമമായിട്ട് ഓരോന്നും ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് തോത്താപ്പുരി മാങ്ങയാണ് കേട്ടോ. തോത്താപ്പുരി, ബംഗ്ലോറ, കളക്ടർ, പല പേരുകളാണ്. കിളിമുക്ക്, അങ്ങനെ ഒരുപാട് പേരുകളുണ്ട്. ഇത് പൂത്ത് നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും കൊതിയ വരുന്നു. അങ്ങനെ പൂത്തിരുന്നു. പിന്നെ ആ ഡ്രമ്മിലല്ലേ കുറേയൊക്കെ മാങ്ങ കൊഴിഞ്ഞു പോയി, എന്നാലും ഇഷ്ടംപോലെ മാങ്ങ ഇനിയുണ്ട്. ഇതല്ല ഈ മാങ്ങ ഈ പരുവാകുന്ന സമയത്ത് കായ്ച്ച കുത്തുക, അതുപോലെ പുഴുക്കേട് വരിക, അങ്ങനെയുള്ള സംഭവത്തിനൊക്കെ ഒരു മാർഗ്ഗമാണ് ഇങ്ങനെ സഞ്ചി തയ്ച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ മാങ്ങ ഉള്ളതും പഴുത്തതൊന്നും അറിയില്ല വവ്വാലിന്. ഇതിലിപ്പോൾ ഒരു കൊലയിൽ 4 മാങ്ങ ഉണ്ട്. ഈ 4 മാങ്ങ നമുക്ക് ഇതിൽ കവർ ചെയ്യാം. ഇത് ഞാൻ തുണിയിൽ തയ്ച്ചുണ്ടാക്കുന്നതാണ്. കോട്ടനാണ്. ഇതിൻ്റെ ഉള്ളിൽ വെള്ളം കെട്ടി നിൽക്കൊന്നുമില്ല. വെള്ളം നനഞ്ഞാലും പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോകും. ഇത് 1 വർഷം കഴിഞ്ഞാലും ഇത് കേടൊന്നും വരില്ല, അടുത്ത വർഷത്തേക്ക് ഉപയോഗിക്കാം. നമ്മൾ കണ്ടെത്തിയൊരു മാങ്ങയാണ് കേട്ടോ. SKP കുഞ്ഞൂസ് എന്ന പേര് കൊടുത്ത്. ഒരു കൊലയിൽ 5-6 മാങ്ങകളൊക്കെ ഉണ്ടാവും. കുറച്ച് വലുപ്പം കുറവാണ്, ഒരു 150 ഗ്രാം ഒക്കെയാണ് തൂക്കം ഉണ്ടാവുക. പക്ഷേ അതീവ രുചികരമായ മാങ്ങയാണ്. സമൃദ്ധമായിട്ട് കായ്ക്കും. ഈ ഒരു മാവിൽ തന്നെ ഇപ്പോൾ ഒരു 50 മേലെ എങ്ങനെയും മാങ്ങയുണ്ടാവും. ഒരു 6 വർഷം പ്രായമുണ്ട് മാവിന്. തൈകൾ കുറച്ചൊക്കെ ഞാൻ ഉണ്ടാക്കിയിരുന്നതൊക്കെ കഴിഞ്ഞു. ഇനി പുതിയ തൈകൾ ഇനി കമ്പുകളൊക്കെ ആയതിനു ശേഷമാണ് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. വളരെ സ്വാദിഷ്ടമായ മാങ്ങയാണ്. കാലാപ്പാടി, അതുപോലെ സിന്ദൂരം, ഇതൊക്കെ ഒരു മിക്സായ പോലത്തെ ഒരു ടേസ്റ്റാണ്. എന്താ പറയുക, നല്ല രുചി, അടിപൊളി മാങ്ങ. ഇത് നമ്മുടെ കുളമ്പ് മാവാണ് കേട്ടോ. കുളമ്പ് ഇഷ്ടംപോലെ കായ്ക്കും. ചെറിയ ചട്ടിയിൽ പോലും നമുക്ക് കായ്ച്ചു കിട്ടും. നല്ല രുചിയുള്ള മാങ്ങയാണ്. നിലത്തൊരു കുളമ്പ് മാവ് നട്ട് കഴിഞ്ഞാൽ വീട്ടുകാർക്കും അയൽവക്കക്കാർക്കും ഒക്കെ ഇഷ്ടം പോലെ മാങ്ങയായി. ഇത് നമ്മുടെ കോട്ടപ്പറമ്പൻ മാങ്ങയാണ് കേട്ടോ. കോട്ടപ്പറമ്പൻ കേരളത്തിൻ്റെ ഓൾ സീസൺ മാങ്ങയാണിത്. ഇത് പഴുത്ത് കഴിക്കാൻ അത്ര രുചികരമല്ല. രുചിയൊക്കെ ഉണ്ട്, പക്ഷേ ഇതിന് നാരും കട്ടിയുള്ള തോലുമാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ നമുക്കിത് കഴിക്കാൻ കുറച്ച് കഷ്ടപ്പാടാണ്. ചന്ദ്രക്കാരൻ മാങ്ങയുടെ അത്ര രുചിയില്ല. കടുമാങ്ങയ്ക്കും അതുപോലെ ഈ മാമ്പഴ പുളിശ്ശേരിക്കും അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഉപയോഗിക്കാം. പിന്നെ ഇത് നമ്മുടെ രത്നയാണ്. രത്ന മാങ്ങയാണ്. അൽഫോൺസോയും നീലവും തമ്മിലുള്ള ഒരു ക്രോസ് ആയിട്ടുള്ള ഹൈബ്രിഡ് വെറൈറ്റിയാണ് രത്ന. അത് പഴുക്കുമ്പോൾ നല്ല മഞ്ഞ കളർ വരും. നല്ല മഞ്ഞ കളർ വരും. ടേസ്റ്റ് അപാര ടേസ്റ്റാണ്. നീലിനും അൽഫോൺസൊക്കെ മിക്സ് ആയ പോലത്തെ ഒരു ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് ഇഷ്ടപ്പെടാത്ത ഒരാളും ഉണ്ടാവില്ല. അത്രയും രുചിയുള്ള മാങ്ങയാണ്. ഇത് എത്ര ലിറ്ററാണ് ഇത്? ഇത് 20 ലിറ്റർ. 20 ലിറ്റർ. എത്ര വർഷം പഴക്കമുണ്ടാവും? ഇതിനിപ്പോൾ നമുക്കൊരു 4 വർഷമൊക്കെ എങ്ങനെയാണ് പഴക്കമുണ്ടല്ലേ? ഇതൊരു ചട്ടിയിൽ ഇങ്ങനെ കായ്ച്ചിട്ടുള്ളതാണ്. മൂവാണ്ടനാണ് കേട്ടോ. ബെഡ് തൈയാണ്. ഇത് നമുക്കൊരു കൗതുകമാണല്ലോ ഇങ്ങനെ കായ്ച്ച് കിടക്കുമ്പോൾ. 16 ഇഞ്ച് ചട്ടിയല്ലേ? എത്ര വർഷമായിട്ടുണ്ടത്? ഇതിപ്പോൾ വളരെ ചെറിയൊരു മാവ്, 2.5 വർഷമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. ഇത് നമ്മുടെ കാറ്റിമോൻ ആണ് കേട്ടോ. കാറ്റിമോൻ മാങ്കോ. അതായത് 1 വർഷം കൊണ്ട് കായ്ക്കണം മാങ്ങയല്ലേ? പെട്ടെന്ന് കായ്ക്കും. ചോക്കനാൻ എന്നൊരു പേരുണ്ട്. സമൃദ്ധമായിട്ട് കായ്ക്കും. ഇത് ഇതെല്ലാവരും വീട്ടിൽ നട്ടു വളർത്തുന്നത് നല്ലതായിരിക്കും എൻ്റെ അഭിപ്രായം. കാര്യം എന്താ വെച്ചാൽ പുഴുക്കേട് വളരെ കുറവ്, നല്ല രുചിയാണ്, സമൃദ്ധമായിട്ട് കായ്ക്കും. ചിലപ്പോൾ ഷേപ്പ്ലെസ് ആയിരിക്കും മൊത്തം ചില മാങ്ങകൾ, അത് മാത്രമാണ് ഉള്ളൂ. ഇതിപ്പോൾ ട്രെയിൻ ചെയ്തതാണല്ലേ?
കാര്യമായ ട്രെയിനിങ് ഒന്നും ഉണ്ടായില്ല. ഒരു തവണ ഒന്ന് കട്ട് ചെയ്തു, അങ്ങനെയൊക്കെ ഇങ്ങനെ ബ്രാഞ്ച് വന്നിരിക്കുകയാണ്. ഇതേപോലെ കോശേരി മാങ്ങയാണ് കേട്ടോ. കോശേരി ഇഷ്ടം പോലെ കായ്ക്കുന്നത്. ഈ ഒരു മാവിൽ എത്ര അനവധിയാണ് കായ്ച്ചിട്ടുണ്ടെന്നറിയും. ഇത് നല്ല 1 കിലോയിൽ മേലെയൊക്കെ തൂക്കം വരും. മണ്ണിൽ നട്ടാൽ 2 കിലോ വരെയൊക്കെ തൂക്കം വരും. നല്ല രുചിയുള്ള മാങ്ങയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ന്യൂനത എന്ന് പറഞ്ഞാൽ പഴുക്കാൻ 6-6.5 മാസമൊക്കെ എടുക്കും. ഒരു 8 വർഷം എങ്ങനെയും പ്രായം ഉണ്ടാവും. ഇത് മരത്തിൽ നിന്ന് മൂത്ത് അടിയിൽ നിന്ന് ഇങ്ങനെ പഴുപ്പ് കയറി വന്ന് അങ്ങനെയൊക്കെ നമ്മൾ പൊട്ടിച്ച് പിന്നെ വൈക്കോലിൽ വെച്ചാലാണ് നമുക്ക് നല്ലൊരു ഓറഞ്ച് കളറിലേക്ക് വരും. അങ്ങനെ പഴുത്ത് കിട്ടിയാൽ, അതും പുഴുവില്ലാതെ കിട്ടിയാൽ നമുക്ക് നല്ല രുചിയാണ്. ഇതാണ് നമ്മുടെ ജൈവവളം കേട്ടോ. ചാണക സ്ലറി ഇതാണ്. ശർക്കര, എല്ലുപൊടി, ശർക്കര, പച്ചച്ചാണകം, കടലപ്പിണ്ണാക്ക് 3 എണ്ണം മാത്രം വലിയ അളവിലെടുക്കുക. ഡ്രമ്മിലിട്ട് കലക്കുക. പിന്നെ ഇതിൽ വെള്ളം ഒഴിക്കുന്നതിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. നമുക്ക് ദിവസം ഇളക്കി കൊടുക്കാൻ പാകത്തിന് ഇത് ഒഴിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ. ചോദിച്ചാലും കുഴപ്പമില്ല. പക്ഷേ ദിവസം നമ്മൾ ഇളക്കി കൊടുക്കണം. പിന്നെ ഈ നമ്മൾ എന്താ പറയുക, ഇളക്കൽ നിന്ന് കഴിഞ്ഞാൽ അതിലേക്ക് വായുസഞ്ചാരം കുറയും. പിന്നെ അവരുടെ ഈ സൂക്ഷ്മജീവികളുടെ എണ്ണം കുറയും. ചണച്ചാക്ക കൊണ്ട് മൂടി വയ്ക്കുകയാണ് നല്ലത്. നേരിട്ട് വെയിലടിക്കാതെ പരമാവധി ഉണ്ടാക്കി ഒരു 5 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം ഉപയോഗിച്ച് തീർക്കുക. പിന്നെ പുതിയത് ഉണ്ടാക്കുകയാണ് നല്ലത്. 10 ഇരട്ടി വെള്ളം ചേർത്തിട്ട് ഒഴിക്കുക. ഇതിപ്പോൾ 2 ദിവസം മുന്നേ ഒക്കെ ഒഴിച്ചിരുന്നു. അപ്പോൾ ഒന്ന് ഡൈല്യൂട്ട് ചെയ്തതിൻ്റെ ബാക്കിയുള്ളതാണ്. ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞല്ലോ, വളം ചാണകമായാലും നമ്മുടെ കപ്പിളിനായാലും ഇതാണെങ്കിൽ കൂടുതൽ നൈട്രജൻ ആണ് കൂടുതലെന്നാണ് പൊതുവെ അഭിപ്രായം. അപ്പൊ ഈ പൂക്കണതിനും കായ്ക്കുന്ന സമയങ്ങളിൽ നൈട്രജൻ കുറച്ചിട്ട് പൊട്ടാഷ് കൂടുതലുള്ള വളങ്ങൾ കൊടുക്കാനാണ് പറയാറ്. അതിനിതാ തെളിവ്, അതിനുള്ള ഒരു തെളിവാണിത് അല്ലേ? അപ്പൊ അതിലെന്ന് ഭൗതികമായിട്ട് കാണുന്നത് നോക്കണ്ടെന്ന് അർത്ഥം. നേരിട്ട് കൊടുക്കുമ്പോഴല്ല, ഇത് പുളിപ്പിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഒരുപാട് സൂക്ഷ്മജീവികളാണ് വർദ്ധിക്കുന്നത്. ഈ സൂക്ഷ്മജീവികൾ മനുഷ്യരിൽ വ്യത്യസ്ത കഴിവുകളുള്ള ആൾക്കാർ, ആശാരിപ്പണി അറിയുന്ന ആൾക്കാർ, കൈക്കോട്ട് പണി അറിയുന്ന ആൾക്കാർ, ഇങ്ങനെ വൈവിധ്യമാർന്ന കഴിവുള്ള മനുഷ്യരുണ്ട്. ഇവരുടെയൊക്കെ ഒരു ഒന്നിച്ചു വരുമ്പോഴാണ് നമുക്ക് സമൂഹത്തിൽ പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുക അല്ലേ? നമ്മുടെ ഒരു വീട് പണിയാൻ എത്രയോ ആൾക്കാരുടെ കഴിവ് വേണം. എല്ലാവർക്കും എല്ലാ പണിയും ചെയ്യാനാവില്ല. അപ്പോൾ അതേപോലെ തന്നെ ഈ സൂക്ഷ്മജീവികളിലും ഈ മൂലകങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള വൈവിധ്യമാർന്ന സൂക്ഷ്മജീവികളുണ്ട്. ഈ സൂക്ഷ്മജീവികൾ വർദ്ധിച്ച എല്ലാ കണ്ടന്റ് ഇതിന് കിട്ടുകയാണ്. ബോറോണും എല്ലാം അടക്കം എന്ന് വെച്ചാൽ ബോറോണൊക്കെ കിട്ടിയാലാണ് നമുക്ക് ഈ മാങ്ങ വിണ്ടുകയറി പോകാതെ ഇങ്ങനെയൊക്കെ കിട്ടുള്ളൂ. ഏതെങ്കിലും മൂലകങ്ങൾ കുറഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ദോഷങ്ങൾ ചെടി കാണിക്കും. അപ്പോൾ അങ്ങനെ കോടിക്കണക്കിനാണ് സൂക്ഷ്മജീവികൾ വർദ്ധിക്കുക ഈ പുളിപ്പിച്ച സാധനത്തിൽ. അപ്പോൾ അവരെ നമ്മൾ ഡൈലൂട്ട് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ, നേരെ കൊണ്ട് ഒഴിക്കരുത്, നല്ല 10 ഇരട്ടി വെള്ളം ചേർത്ത് ഡൈലൂട്ട് ചെയ്യും. അപ്പോൾ ഈ മണ്ണിൽ ഡൈലൂട്ട് ചെയ്ത് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ സൂക്ഷ്മജീവികൾ, കോടിക്കണക്കിന് സൂക്ഷ്മജീവികളാണ് മണ്ണിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ ചെടികൾ വേര് വഴി ഈ സൂക്ഷ്മജീവികൾ വലിച്ചെടുക്കുകയും അതിൻ്റെ പുറന്തോലാണ് ഇവർ ആഹരിക്കുന്നതൊക്കെയാണ് ഞാനൊരു ക്ലാസ് കേട്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ചാണക സ്ലറി ഉപയോഗിക്കാൻ തുടങ്ങി കുറേ കാലമായി. പക്ഷേ ഈ ജൈവ കൃഷിയുടെ പല ക്ലാസ്സുകളും കേട്ടപ്പോഴാണ് ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് മനസ്സിലായത്. നമുക്കിപ്പോൾ ഇത്രയും അറിയേണ്ടു, ചാണക സ്ലറി കൊടുത്തു കഴിഞ്ഞാൽ മാവ് പൂക്കും എന്നുള്ളതാണ്. നമ്മൾ ഫോറസ്റ്റിലൊക്കെ ചെടികൾ വളരുന്നപ്പോൾ അതിൽ പൊട്ടാഷാരം കൊണ്ട് ഇട്ടിട്ടല്ലോ, അവിടെ തന്നെ ഇലകൾ വീണ് ചീഞ്ഞിട്ട് ഇങ്ങനെ. പിന്നെ വേറൊരു കാര്യം ഇതിൽ നമുക്ക് ചെയ്യാനുള്ളതുണ്ട്. നമ്മൾ പറമ്പിൽ പൊതയിടാൻ ഒരുപാട് ഇലകൾ ഉപയോഗിക്കണം, കരിയിലകൾ. അതൊക്കെ പൊടിഞ്ഞ് അവർക്ക് വളമാവും. ഈ സൂക്ഷ്മജീവികൾ മണ്ണിൽ നമ്മൾ ഈ ചാണക സ്ലറി വഴിയൊക്കെ ഒഴിച്ചു കൊടുത്ത് മണ്ണിൽ വർദ്ധിപ്പിച്ചെടുക്കുന്ന ഈ സൂക്ഷ്മജീവികൾ ഈ കരിയിലൊക്കെയാണ് അവർക്ക് ഭക്ഷണം. അതൊക്കെ ദ്രവിക്കുമ്പോൾ ഇവർക്കൊക്കെ കിട്ടുന്ന ഊർജ്ജം എന്ന് പറഞ്ഞാൽ സൂര്യനാണ് ഊർജ്ജത്തിൻ്റെ സ്രോതസ്സ്. സൂര്യൻ്റെ ആ ഊർജ്ജം ഇലകളൊക്കെ ശേഖരിക്കുന്നു. ഈ സസ്യങ്ങൾക്ക് മാത്രമാണ് സൂര്യൻ്റെ ഊർജ്ജത്തിനെ ശേഖരിച്ച് വയ്ക്കാൻ പറ്റുള്ളൂ. ഭൂമിയിലേക്ക് നേരിട്ട് അങ്ങ് പതിച്ചാൽ അതൊക്കെ നശിച്ചു പോകുക എന്നല്ലാതെ അത് ഉപകാരത്തിലില്ല. അപ്പോൾ ഈ സൂര്യപ്രകാശം നമ്മളെ ഇലകളിലൊക്കെ ശേഖരിച്ച് അത് പഴങ്ങളായിട്ടും മറ്റും നമുക്ക് തരുന്നു. അപ്പോൾ സൂര്യപ്രകാശം ഇതിൽ ശേഖരിക്കുന്നുണ്ടെന്നുള്ള തെളിവ് കരിയില കത്തിച്ചാലും അതുപോലെ ഒരു കമ്പ് കത്തിച്ചാലും അതിൽ നിന്ന് തീയും പുകയൊക്കെ ഉണ്ടാവും, തീയും ചൂടും ഉണ്ടാവും. അതൊക്കെ സൂര്യൻ്റെ ഊർജ്ജമാണ് ഇവർ ശേഖരിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഊർജ്ജം മണ്ണിലേക്ക് മറ്റു സൂക്ഷ്മജീവികളൊക്കെ ഈ കരിയിലൊക്കെ ഭക്ഷിച്ച് അവരുടെ ജീവിക്കാനുള്ള ഊർജ്ജം എന്ന് പറഞ്ഞാൽ ഈ സൂര്യൻ്റെ ഊർജ്ജമാണ്. നമുക്ക് കിട്ടുന്നു എല്ലാ ജീവജാലങ്ങൾക്കും പ്രവർത്തിക്കാനുള്ള ഊർജ്ജം സൂര്യൻ്റെ ഊർജ്ജമാണ്. അപ്പോൾ അതാണ് ബയോ കാർബൺ. അത് മണ്ണിലേക്ക് പരമാവധി നിക്ഷേപിച്ച് കൊടുക്കണം. അപ്പോൾ സൂക്ഷ്മജീവികൾ അത് ഭക്ഷിച്ച് അങ്ങനെ വളർന്നു വരും. മണ്ണിൽ ഇലയിട്ട് കഴിഞ്ഞാൽ ഫംഗസ് വരും, അങ്ങനെയൊക്കെ പല അഭിപ്രായങ്ങളും കേൾക്കാം. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് കരിയിലൊക്കെ പരമാവധി ചോട്ടിലിട്ട് കൊടുക്കുക. അപ്പോൾ അത് ഈ സൂക്ഷ്മജീവികൾ വർദ്ധിക്കും. അവിടെ പൊതയിട്ടാൽ നേരിട്ട് സൂര്യപ്രകാശം ചോട്ടിലേക്ക് അടിക്കില്ല, ബാഷ്പീകരണം കുറയും. പിന്നെ ഈ എന്താ പറയുക, സൂക്ഷ്മജീവികൾക്ക് ഭക്ഷണം കിട്ടും, അവർ ജീവിക്കാം, അവർക്കൊരു സംരക്ഷണമാവും. അവർക്ക് സംരക്ഷണമാവും. നേരിട്ട് സൂര്യപ്രകാശം അടിച്ചാൽ അവരും ചത്തുപോകും. അപ്പോൾ അവർക്ക് ഭക്ഷിക്കാനുള്ള ഭക്ഷണമായി, ജീവിക്കാനുള്ളൊരു ആവാസ വ്യവസ്ഥയായി. അപ്പോൾ അതിൽ അവർ വർദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഫംഗസും വരില്ല. അത് എന്തിനു വരുന്നതെന്ന് വെച്ചാൽ അവർ തന്നെ പ്രൊട്ടക്ട് ചെയ്തോളൂ. ഒരു ചെടീനെ അറ്റാക്ക് ചെയ്യുന്ന ഈ ജീവികൾ വന്നിട്ട് ഈ ചെടീനെ അറ്റാക്ക് ചെയ്യുമ്പോൾ വേണ്ടത്രയും ജൈവസമ്പുഷ്ടമായ ഒരു സ്ഥലത്ത് വളരുന്ന സസ്യമാണെങ്കിൽ അതിൻ്റെ ഇലകളിൽ അവർ പലതരം ഹോർമോണൊക്കെ ഉൽപ്പാദിപ്പിച്ചിട്ട് ഈ ചെടീനെ അറ്റാക്ക് ചെയ്യുന്ന ജീവികളെ അവർ തുരത്തുന്നവർ. ആ ജീവിക്ക് ദഹിക്കാത്ത രീതിയിൽ ഇതിലേക്ക് പല ഹോർമോൺ അവർ ഉണ്ടാക്കി വിടുന്നു. അപ്പോൾ കടിക്കാൻ പറ്റില്ല. അപ്പോൾ യൂറിയ മാത്രം കൊടുത്ത് വളർത്തുന്ന ചെടികൾക്കൊക്കെ അറ്റാക്ക് കൂടുതലായിരിക്കും, അതിന് നല്ല മധുരമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടേ. പക്ഷേ വേണ്ടത്രയും മൂലകങ്ങൾ, എല്ലാ മൂലകങ്ങളും ഒരു
ശരിയായ അളവിൽ കിട്ടുന്ന ചെടീനെ അറ്റാക്ക് ചെയ്യാൻ ആരോഗ്യമുള്ളവർക്ക് അസുഖങ്ങൾ വരില്ല. അതേപോലെ തന്നെ ആരോഗ്യമുള്ള ചെടീനെ അറ്റാക്ക് ചെയ്യാൻ ഒരു ജീവിക്കും അത്ര എളുപ്പമല്ല. അപ്പോൾ ആരോഗ്യം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അതിന് നമുക്ക് ജൈവവളം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. പിന്നെ ഇതിൻ്റെ ഇലകളിൽ എന്താ ഇങ്ങനെ പാടുന്നൊക്കെ ആൾക്കാർ ചോദിക്കും. ഇത് നമ്മളെ കുഴൽക്കിണറിൻ്റെ വെള്ളത്തിൽ ഒരു പ്രശ്നമുണ്ട്, അതാണ് ഈ ഇലകളിലെ പാട് കേട്ടോ. പക്ഷേ ഇതൊന്നും നമ്മളെ കായ്ഫലത്തിനെ ബാധിക്കുന്നില്ല. അപ്പോൾ ഈ ചെറു തൈകളാണ് എൻ്റെ അടുത്ത് നിന്ന് അധികം കിട്ടുള്ളൂ. വീഡിയോ കണ്ട് പലരും വിളിച്ചിട്ട് ആ വലിയ കാഴ്ചമാവ് കൊടുക്കുമെന്ന് ചോദിക്കും. കാഴ്ചമാവ് കൊടുക്കാൻ നമുക്കങ്ങനെ ഇല്ല. നമുക്ക് ഈ ചെറിയ തൈകളാണ് കൊടുക്കാനുള്ളത്. കാഴ്ചമാവുകൾ നമ്മളെ മദർ പ്ലാന്റുകളാണ് തന്നെ. ഇപ്പോൾ കാലാപ്പാടിയിൽ കണ്ടില്ലേ വ്യത്യസ്ത ഇനങ്ങളുണ്ട്, ചിലത് കായ്ക്കാത്തത്, ചിലത് നല്ലോണം കായ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ പല മാവുകളും ഞാനിവിടെ വളർത്തിയിട്ട് വളരെ നല്ല മാങ്ങാൻ തോന്നുന്നത് പിന്നെ അതിൻ്റെ തൈകൾ ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഇപ്പോൾ അങ്ങനെ ബെഡ് ചെയ്ത് വെച്ചിട്ടുള്ള തൈകളാണ്. അപ്പോൾ ഇത് ബെഡ് കയറി വരുന്നതേ ഉള്ളൂ, പലതും കൊടുക്കാറായിട്ടില്ല. അങ്ങനെ ഒരു തൈ ബെഡ് ചെയ്ത് കഴിഞ്ഞാൽ ബെഡ് ചെയ്തിട്ടൊരു 4-5 മാസം കഴിയേണ്ടി വരും നമുക്ക് ആ ഒരു തൈ ഒരാൾക്ക് കൊടുക്കാൻ പാകാവണമെങ്കിൽ. ഇതൊക്കെ ഇപ്പോൾ നമുക്ക് കെട്ടഴിക്കാറായതാണ്. ഇന്നും നാളെയൊക്കെ ആയിട്ട് ഇതിൻ്റെയൊക്കെ കെട്ടഴിച്ച് വയ്ക്കും. പിന്നെ ഒരാഴ്ച കഴിഞ്ഞാൽ തല കട്ട് ചെയ്ത് വയ്ക്കും. പിന്നെ ഒരു 2-3 ആഴ്ച കൊണ്ടാണ് പൊടിപ്പ് വന്ന് അത്രയേ ആവുള്ളൂ. അതിന് അവിടെ നിന്നും കയറി ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ ഒരു 2 സ്റ്റെപ്പും കൂടി വളർന്ന് ആവണം. അപ്പോഴേക്കും ഒരു 5 മാസമെങ്കിലും ഏറ്റവും കുറഞ്ഞതാവും നല്ലൊരു കരുത്തുള്ള തൈയായി കിട്ടാൻ.